ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് നല്ല വീര്യമുള്ള ചക്കവൈൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ചക്കവൈൻ തയ്യാറാക്കാം. ടേസ്റ്റ് കൂടാനും നല്ല വീര്യമുള്ള ചക്കവൈൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചക്കവൈൻ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ഈസ്റ്റ് എടുക്കണം. ഈസ്റ്റും പിന്നെ ഈ ഒരു 2 വറ്റൽമുളക്, അതാണ് നല്ല സീക്രട്ടായിട്ട് ചേർത്തത്. പിന്നെ ഗോതമ്പ്, അതൊരു കിഴി കെട്ടിയിടണം. പിന്നെ സ്പൈസസ്, കറുവാപ്പട്ട, 5 ഏലക്കായ, പിന്നെ ഒരു സ്റ്റാർ, കുരുമുളക് ഒരു 5-6 എണ്ണം, പിന്നെ കരയാമ്പൂ ഒരു 4-5 എണ്ണം, എല്ലാം കൂടി ബിരണിലേക്ക് ചേർക്കേണ്ടതാണ്. പിന്നെ നല്ലോണം പഴുത്ത് വിളഞ്ഞ ചക്ക വേണം എടുക്കാനായിട്ട്. ചക്കയുടെ ഈ ഞോളകളൊക്കെ കളഞ്ഞ് കുരുമാറ്റി നല്ല പഴുത്ത ചക്ക വേണം വൈനായിട്ട് കെട്ടാനായിട്ട്. പിന്നെ 1 കിലോ ശർക്കര, 10-20 ചുള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു എൻ്റെ ബെരണിക്ക് സൂട്ടായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ബെരണിയിൽ ഇടുമ്പോൾ മുഴുവൻ അങ്ങോട്ട് നിറയ്ക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് അതിങ്ങനെ പൊന്തി വരാനുള്ള സ്പേസ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വൈൻ കെട്ടാനായിട്ട്. അപ്പോൾ എല്ലാ ചക്കച്ചോളയും നല്ലോണം പഴുത്തത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. വൈൻ കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കണം, അല്ലെങ്കിൽ അതിന് കേട് വരും വൈനിന്. നല്ലോണം പഴുത്ത ചക്ക ആദ്യം ഇട്ടു നമ്മൾ. അത് കഴിഞ്ഞിട്ട് പൊടിച്ച ശർക്കര 1 കിലോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ചേർക്കണം. പൊടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടന്നോളും. ശർക്കര മുഴുവനോടെ ഇടരുത്. പിന്നെ നമ്മൾ പിന്നത്തെ ലെയറായിട്ട് നമ്മൾ പിന്നെ സ്പൈസസ് ഇടണം. എല്ലാത്തിൽ നിന്ന് 2 എണ്ണമായിട്ട് ഇടുക. പിന്നെ ഈസ്റ്റ് ഇടുക. അങ്ങനെ ഇട്ടിട്ട് പിന്നെ വറ്റൽമുളക് ചേർക്കുക. വറ്റൽമുളകാണ് വൈനായിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത്. പിന്നെ അടുത്ത ലെയർ നല്ലോണം പഴുത്ത ചക്ക ഇടുക. പിന്നെ അതുപോലെ തന്നെ ശർക്കര പൊടിച്ചത് ചേർക്കുക. അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. ശർക്കര പൊടിയായിട്ട് ഇങ്ങനെ ലെയറായിട്ട് ചേർത്താൽ മതി. പിന്നെ സ്പൈസസ് ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച വെള്ളം, അത് തലേ ദിവസം തിളപ്പിച്ചിട്ട് കഴിഞ്ഞാൽ വൈൻ കിട്ടുമ്പോൾ നോർമൽ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തിട്ട് വേണം ചേർക്കാൻ. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം അത് ഒഴിക്കുക. അത് ഒഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു നെകക്ക പോലെയായിട്ട് ഒഴിക്കുക. അതിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ കുറച്ച് സ്പേസും ഉണ്ട്. അതും കൂടി ആവുമ്പോൾ ചക്കവൈൻ ഇങ്ങനെ പൊന്തി പോവില്ല. പിന്നെ കുറച്ച് ഗോതമ്പ് കിഴി കെട്ടിയിട്ട് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് പിന്നെ തുണി വെച്ച് മൂടി കെട്ടി വയ്ക്കുക. 1-1.5 ഇളക്കണം ഒന്ന്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും വർക്ക് നടക്കുള്ളൂ. ഞാനിപ്പോൾ 31 ദിവസം കഴിഞ്ഞിട്ട് എടുത്തുള്ളത്, അല്ലെങ്കിൽ 41 ദിവസമോ 21 ദിവസം കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ 31 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. 41 ദിവസത്തിൻ്റെ ഉള്ളിൽ വൈൻ എടുക്കണം. അപ്പോഴതിൻ്റെ കറക്റ്റ് സ്റ്റേജ് ആവും. 31 ദിവസം കഴിഞ്ഞിട്ട് ഡാർക്ക് സ്പേസിലാണ് ഞാൻ വെച്ചിരുന്നത്. നമുക്ക് തുറക്കാം. അത് നമുക്ക് അരിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്കത് ഊറാനായിട്ട് വെക്കണം. കുപ്പിയിൽ ഇങ്ങനെ ഊറാൻ വെച്ചാൽ തെളിയായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് അരിക്കുക. വല്ലാണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ്ട. പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ വൈന് മട്ട് കൂടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കുക. നല്ല സ്ട്രോങ് വൈൻ കിട്ടും. നമ്മൾ ചക്ക അരിഷ്ടാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഈസ്റ്റ് വേണ്ട. ലെയറായിട്ട് ശർക്കരയും ഇതും കൂടി ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കിഴി കെട്ടിയ ഗോതമ്പ് അത് ആദ്യം പിഴിഞ്ഞ് മാറ്റാം. പിന്നത്തെ ഇപ്പോൾ ചേർത്തൊന്നും ഇപ്പോൾ കാണില്ല, അരിച്ചയോട് കൂടി പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ വൈൻ 31 ദിവസം കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വൈനാണത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.